Hello, good afternoon, warm greetings, most welcome to all of you. I'm Nana, working as a HR manager in Danat Group. We are very thankful to all of you to join with us today by arranging your precious time from your busy schedule. Actually, today we are joined here to discuss about two useful business topics. We are very glad to inform you that today two great business personalities are with us to share their useful knowledge with us. We are very thankful to these two great business personalities for arranging their time to enhance our knowledge today. Are you excited to know about these two great business personalities? Yes, ma'am, we are excited. Okay, so let me explain briefly about them. First one is Mr. Sudhir Nair, founder of Navio Shipping Company, dealing in shipping, container vessel, and logistic services. Second one is Mr. Santosh Abraham, managing director of Algico Company in Nigeria and Europe. At last, all products coming under this company. It's dealing in electric motors, generators, water pumps, water tanks, heaters, and building construction chemical materials. So please have a big claps for these two great personalities. So most welcome to Mr. Thank you. Sudhir Nair sir, most welcome Thank to you. Mr. Thank you. Santosh Abram Thank you. sir. We are very lucky to get a chance to get knowledge from you today. So now our managing director of Danat Group, Mr. Shan Sahib, will say some useful words to boost up this today meeting. So please, Mr. Shan Sahib, please continue the meeting. Thank you, sir. Thank you very much, Sudhir sir and Santosh sir. I am very excited to bring you in this platform. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആക്ച്വലി ഞാൻ ഇവരെ മീറ്റ് ചെയ്തത്. കാര്യം ഞാൻ ഏതാണ്ട് ഒരു 8 മാസം മുമ്പ് ഒരു ബിസിനസ്, നിങ്ങൾക്കെല്ലാം അറിയാം, മധുഭാസ്കരൻ സാറിന്റെ കുറെ വീഡിയോസ് ഞാൻ എന്റെ എംപ്ലോയീസിനെ കാണിക്കാറുണ്ടായിരുന്നു. നമ്മളിതൊക്കെ ജോയിൻ ചെയ്തതിന് മുമ്പോട്ട് പുള്ളി ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിയുടെ വീഡിയോസ്. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്തതിന് മുമ്പോട്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും അലൈൻമെന്റ് എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യും, ഇങ്ങനെ കുറച്ച് ഷോർട്ട് വീഡിയോസ് നിങ്ങളെ കാണിക്കുകയും അതിലൂടെ എനിക്ക് തോന്നി പുള്ളിക്ക് എന്തായാലും പുള്ളിയെ കുറെ നാൾ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഇത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്തതാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, ഞാൻ ടെക്നോളജിയിൽ, നിങ്ങൾക്ക് എന്റെ എംപ്ലോയീസിനെ നല്ലപോലെ തന്നെ അറിയാം, ടെക്നോളജിയിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും. മറ്റ് ബിസിനസ്സിൽ ആക്ച്വലി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും മോസ്റ്റ് കൂടുതൽ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ടെക്നോളജിയാണ്. പക്ഷെ ഞാൻ ആ മീറ്റിങ്ങുകളിലൊന്നും നമ്മൾ പങ്കെടുക്കാറില്ലായിരുന്നു. ബൈ ചാൻസിൽ ഞാൻ ഒമാനിൽ വന്ന് ഞാൻ ലോക്ക്ഡൌണിൽ ഇവിടെ പിന്നെ എന്താ ക്വാറന്റൈനിൽ ഇരുന്നപ്പം സുധീർ സാറും സന്തോഷ് സാറും ഒക്കെ കോൺടാക്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഇവരെ പരിചയപ്പെടാനും. പക്ഷെ അതിലൂടെ നമുക്ക് കിട്ടിയത്, നമ്മുടെ ബിസിനസ്സിൽ കിട്ടിയത് ഭയങ്കര ഒരു ചേഞ്ചസ് ആണ്. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ പല മീറ്റിങ്ങുകളിലും ഇപ്പം പണ്ട് ഞാൻ പെരുമാറിയത് കൊണ്ടല്ല എന്റെ എംപ്ലോയീസിനോട് പെരുമാറുന്നത്. അത് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സുധീർ സാർ അവരുടെ എംപ്ലോയീസിനോട് ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് കൊടുക്കുന്ന മോട്ടിവേഷൻസും കാര്യങ്ങളും ഒക്കെ ഇതിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നിങ്ങൾക്ക് മനസ്സിലായി കാണും. പല മീറ്റിങ്ങുകളിൽ ഇപ്പൊ ഞാനായിട്ട് ചേഞ്ച് ചെയ്യും, ഞാൻ പല ഇതിലും ചേഞ്ച് ചെയ്യും. അപ്പം അന്ന് തൊട്ടേ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമാണ് ഇവരെ കൊണ്ടുവന്ന് നമ്മുടെ എംപ്ലോയീസിനെ അവർ ചെയ്യുന്ന ബിസിനസ് എങ്ങനെയാണോ അതിലെ ഒരു പാർട്ടായിട്ട് അതേപോലെ തന്നെ അവർ നോളജ് ഷെയർ ചെയ്ത് അവരുടെ എംപ്ലോയീസിനെ എങ്ങനെ അവർ ട്രീറ്റ് ചെയ്യുന്നു, അവരെങ്ങനെ ടാർഗറ്റുകൾ സെറ്റ് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ. ആക്ച്വലി ഇവരെ പിന്നെ സുധീർ സാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പൊ 5ാം സ്ഥാനത്താണ് ഷിപ്പിംഗിൽ നിൽക്കുന്നത്. 5ാം സ്ഥാനത്താണ് അവരുടെ. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഇതിഹാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. UAE-ലും ഒമാനിലും പല രാജ്യങ്ങളിലും ഉണ്ട്. ഇപ്പൊ സന്തോഷ് സാറാണെങ്കിൽ അത് അവിടുത്തെ നമ്മൾ TV-യിൽ, ഞാൻ ആ സന്തോഷ് സാർ ഇട്ട ആ ഒരു വീഡിയോ എന്റെ ഗ്രൂപ്പിലിട്ട് ഈ നൈജീരിയക്കാരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. സാർ ഭയങ്കര ഇതിലിരിക്കുകയാണ്. അപ്പൊ സാറിന് അന്നേരം തൊട്ട് പറയാണ് യെസ് വി ആർ എക്സൈറ്റഡ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഗോൾ സെറ്റിങ്ങും അതേപോലെ സന്തോഷ് സാർ പറഞ്ഞതുപോലെ ഈ അതിൽ കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ കണ്ടായിരുന്നു സാർ, ഈ പിന്നെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ സാറ് കാണിച്ചിട്ടുണ്ടായിരുന്നു. സാറ് ഓർക്കുന്നുണ്ടോ? മധു സാറൊക്കെ ഇരുന്നപ്പോൾ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അതിനുശേഷം വന്നിട്ട് ഇവർക്ക് ട്രെയിനിങ് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊക്കെ ആവാൻ പറ്റും. അപ്പൊ അന്നേരമാണ് എന്റെ മനസ്സിൽ ഉദിച്ചത് നിങ്ങളെയും കൂടെ ഒന്ന് കൊണ്ടുവന്ന് ഇവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുക, കുറച്ചുകൂടെ സ്ട്രോങ് ആവും. നമ്മൾ ഓണർ ഇരുന്നിട്ട് എന്നും പറയുന്നതിലുപരി നിങ്ങളോട് വന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു മാറ്റങ്ങൾ അല്ല നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ രക്ഷപ്പെടുവാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നമ്മൾ സപ്പോർട്ട് ആവാൻ പറ്റും.
അല്ലെ? നമ്മുടെ കൂടുതൽ ഇപ്പൊ തന്നെ 120 എംപ്ലോയീസ് ഉണ്ട്. ഇപ്പൊ അടുത്ത നമ്മൾ ഒരു 10-20 എംപ്ലോയീസ് പുതിയത് വരുന്നുണ്ട്. പുതിയ ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ഉദ്ദേശം എന്താണ്? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ എനിക്ക് കൂടുതൽ ഇവരുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ നമ്മള് ഈ കാറ്റത്ത് കരിയിലയും പറക്കും, പിന്നെ പൂമ്പാറ്റയും പറക്കും എന്ന് പറയുന്നത് പോലെ ഇപ്പൊ കാറ്റില്ലാത്തപ്പോ പറക്കുന്ന ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയോ? പൂമ്പാറ്റ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് കാറ്റില്ലാത്തപ്പോൾ പറക്കുന്ന പൂമ്പാറ്റകളായി മാറുക. അപ്പൊ അതിനു വേണ്ട ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അവർക്ക് വേണ്ടി നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. അപ്പൊ അതുപോലെ തന്നെ ഫസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് സുധീർ സാർ ആയിരിക്കും. സാർ പ്ലീസ് വെൽക്കം ടു സ്റ്റാർട്ട് യുവർ സ്പീച്ച്. താങ്ക് യു ഷാൻ സാഹിബ് സാർ. എല്ലാരും എത്ര 130 എംപ്ലോയി എത്രയുണ്ട് സാറേ? ഇപ്പൊ 130 എംപ്ലോയി ഉണ്ട് സാർ, എല്ലാ രാജ്യത്തോടെ ചേർന്ന്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എങ്ങനെയാ, മലയാളത്തിൽ വേണോ ഇംഗ്ലീഷിൽ സംസാരിക്കണോ, എങ്ങനെയാ സാറേ? ഒരു പിന്നെ മിക്സർ, കൂടുതലും മലയാളികളാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം നമ്മളുടെ ഷാൻ സാഹിബ് സാറിനെയും സന്തോഷ് സാറിനെയും എന്നെയും അടുപ്പിച്ച ഒരു വേറൊരാളുണ്ട്. മധു ഭാസ്കരൻ എന്ന് പറഞ്ഞ ഒരു ട്രെയിനറാണ്. 28 വർഷമായിട്ട് പുള്ളി ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലുണ്ട്. നമ്മളെല്ലാം ആ ഗ്രൂപ്പിന്റെ മെമ്പറാണ്. അപ്പൊ പുള്ളിക്കൊരു നന്ദി. ഈ ഷാൻ സാഹിബ് സാറ് ഈ മീറ്റിങ്ങിലൊന്നും വരാറില്ലായിരുന്നു. നിങ്ങളുടെ ബോസ് ഈ മധുഭാസ്കറിന്റെ കാട്ടി വലിയ ആളാണ്, അതുകൊണ്ടാണ് മീറ്റിങ്ങിലൊന്നും വരാത്തത്. പക്ഷേ പുള്ളി നമ്മളെ ഗ്രൂപ്പിൽ ചേർന്നു. STGT എന്ന് പറഞ്ഞ ദുബായിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, സന്തോഷ് സാറൊക്കെ ഉള്ള ഗ്രൂപ്പ്. അതിൽ ജോയിൻ ചെയ്തു. പുള്ളിയെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വന്നു. പുള്ളി ഫസ്റ്റ് പ്രസന്റേഷൻ നമുക്ക് കാണിച്ചു. പുള്ളി ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ, അതിൽ ദിലീപ് ഉണ്ടായിരുന്നു. ദിലീപാണ് അത് പ്രസന്റ് ചെയ്തത്. അപ്പൊ കാണിച്ചു. നമ്മൾ ഞെട്ടി. നമ്മൾ 8 പേര്, we were 8 people, we are all stunned. There is a Malayali from a village who can develop like this. Then I took that to Madhu Bhaskaran. There is a community of 41 entrepreneurs, owners of the company. That group consists of, I took there, he presented them. Immediately after the presentation, Madhu Bhaskaran, the guy who trained entrepreneurs for last 20-25 years, become a great fan of your beloved boss, Mr. Shan Sahib. That is the capacity. I don't know whether you might have understood him, but he is a great friend of ours. And now a lot of people are buying that software in our business group to use for their company. And I am also connect with Shan Sahib too, how I can use that platform in my company. So the person, he might be very friendly with you, but he is a entrepreneur. I used to tell Shan Sahib sir, you're not the person to sit in Dubai or in Muscat. You should be in Silicon Valley, where Microsoft CEO and everyone sits. So that is how I define. And after the meeting, ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാറേ, നിങ്ങൾ ഇത്രയും നാൾ എവിടെ ആയിരുന്നു? ഇന്ത്യൻ റുപ്പിയില് തിലകന്റെ അടുത്ത് നമ്മളെ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം അതുപോലെ ചോദിച്ചു. അപ്പോ പുള്ളി നല്ലൊരു വ്യക്തിത്വമാണ്. We are learning from, actually I am learning from Santosh sir, we are learning from Shan Sahib sir. It is ecosystem. നിങ്ങളിൽ നിന്ന് ഞാൻ പഠിക്കുന്നു, എൻ്റെ നിന്ന് നിങ്ങൾ പഠിക്കുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്നു, മൂവിങ് ഓൺ വിത്ത് ലൈഫ്. അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ്. അല്ലാതെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റ് ചെയ്യുക, വഴക്ക് കൂടുക, അതല്ല ലൈഫ്. ലൈഫ് എന്ന് വെച്ചാൽ എല്ലാരെയും ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് സന്തോഷ് സാർ പറഞ്ഞ പോലെ, എൻ്റെ മദർലാൻഡ്, എൻ്റെ ഫാദർലാൻഡ്. ഫോർ മീ, മൈ മദർലാൻഡ് ഈസ് ഇന്ത്യ, മൈ സെക്കൻഡ് ഹോം ഈസ് ദുബായ്. സെയിം ഗോസ് വിത്ത് യു ഗൈസ് ഓൾസോ, എല്ലാവരും ഇവിടെ ഉള്ളവർക്കൊക്കെ. So always respect the nation, respect the people, learn from everything. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എനിക്ക് ഷാൻ സാഹിബ് തന്നിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഗോൾ സെറ്റിംഗ് എന്നുള്ള. See, goal setting is very, very important in life. ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നിങ്ങളെ പോലെ ആയിരുന്നു. ഒരു ഗോൾ സെറ്റിംഗും ഇല്ലാതെ we don't know what to do tomorrow. That kind of people we were. But fortunately we are with good companies, good people. We are developing our skill on daily basis. അപ്പൊ ഗോൾ സെറ്റിംഗ് മുമ്പ് ഞാൻ പറഞ്ഞ ഈ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മളെ ജീവിതം, നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ ലൈഫ്?
ആർക്കെങ്കിലും ഒരു ആൻസർ പറയാൻ പറ്റും? Happiness. എന്താണ് നമ്മൾ ജീവിക്കുന്നത്? Did you say happiness? Happiness. Did you say Happiness. ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. വി ആർ ലിവിങ് ഫോർ ഹാപ്പിനെസ്. ഇഫ് ഐ ആം ഹാപ്പി ടുഡേ, ഇഫ് ഐ ആം എലേറ്റഡ് ടുഡേ, ഐ ഡോണ്ട് വാണ്ട് മണി, ഐ ഡോണ്ട് വാണ്ട് കാർ, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. കറക്റ്റ്? ഹാപ്പിനെസ്. ഹാപ്പിനെസ്സിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മണി, പവർ, വെഹിക്കിൾ, ഹൗസ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹാപ്പിനെസ് കൂടും. അല്ലെങ്കിൽ കാശില്ലെങ്കിൽ വി ഹാവ് ടു ബോറോ മണി. നമുക്ക് ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ. അപ്പൊ ഹാപ്പിനെസ് എന്നുള്ള ഗോളുമായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, if you take a decision, I am in this world to live happily and make sure that my neighbors also living happily. ഈ രണ്ട് ഗോളുമായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ you will be the best person in this world. വളരെ സിമ്പിൾ ആണ് ലൈഫ്. If you have two goals, I want to be happy, my neighbor or my wife, my friend has to be happy. ഈ രണ്ട് ഗോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യു വിൽ ബി ദ ബെസ്റ്റ് സിറ്റിസൺ ഇൻ ദ വേൾഡ്. നോട്ട് ഇൻ UAE, നോട്ട് ഇൻ ഇന്ത്യ, നോട്ട് ഇൻ യുവർ വില്ലേജ്. യു ആർ ദ ബെസ്റ്റ് സിറ്റിസൺ ഇൻ ദ വേൾഡ്. അതായിരിക്കണം നമ്മളെ ഗോള്. ദെൻ ഹാപ്പിനെസ്, വെറുതെ ഹാപ്പിനെസ് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്ന ഹാപ്പിനെസ് കിട്ടത്തില്ല. എല്ലാവർക്കും അറിയാമല്ലോ. ഫോർ ഹാപ്പിനെസ് വാട്ട് ഷുഡ് വി ഡു? Then comes this goal setting. I want to buy a car, or I want to own a house, or I want to take care of my parents, or I want to take care of my kids. Adine you need money. That's why we are working. നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഒരു 10-15 കോടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ പഠിക്കൊന്നും വരത്തില്ല. കറക്റ്റ് അല്ലേ? ഒരാൾ ഈ പണിക്ക് വരത്തില്ല. സോ ഈ പണിക്ക് വരുമ്പോ, ഇവിടെ വരുമ്പോ വാട്ട് ഈസ് യുവർ ഗോൾ? ബി ദ ബെസ്റ്റ് എംപ്ലോയി. ഞാൻ ഇന്നലെ ഷാർജ ബുക്ക് ഫെയർ നടക്കുകയാണ് ദുബായിൽ. 3rd ബിഗസ്റ്റ് ബുക്ക് ഫെയർ ഇൻ ദ വേൾഡ്, ഷാർജ. ഇഫ് യു ഹാവ് എ ചാൻസ് യു ഷുഡ് ഗോ ആൻഡ് വിസിറ്റ്. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ബുക്സ് ആൻഡ് ലെറ്റേഴ്സ്. അപ്പൊ ഇന്നലെ അവിടെ പോയപ്പോ 2 സ്പീച്ച് കേട്ടു. ഒന്ന്, നമ്മളെ മീറ്റിംഗിൽ വന്ന ആളാണ് സന്തോഷ് സാറെ, സന്തോഷ് കുളങ്ങര, നമ്മളെ ട്രാവലർ, സഫാരി ചാനലിന്റെ ആള്. He came there. There was a question from the audience. Sir, you don't have advertisement in Sancharam TV. You are not behind money. What is your vision in life? What is your motto in life? The best answer he has given is, I am enjoying my passion. What I like, I will do it. So when you enjoy your passion, or you go with your passion, you enjoy your life, you will be very happy. പക്ഷെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. We are forced to do work. Then other way, what you do, find enjoyment, passion in that. ഇവിടെ നമ്മൾ എംപ്ലോയി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, സുധീറെ എവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, I will tell my native place I want to live. പക്ഷെ പറ്റത്തില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ആരും ചോറ് ഉരുട്ടി വായിലോട്ട് വെച്ച് തരത്തില്ലല്ലോ, നമുക്ക് കഴിക്കട്ടെ. So we are in Dubai. പക്ഷെ ദുബായിൽ വരുമ്പോ you have to enjoy that. ഇപ്പൊ സാറിന്റെ ഒരു ഷോപ്പിൽ നിങ്ങൾ കസ്റ്റമർ സെല് ചെയ്യുമ്പോ you have to enjoy that. ആ സെല്ലിംഗ് should be your joy and your happiness, your passion. ഓരോ കാര്യങ്ങളും നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ you have to enjoy that. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ പാഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ, you will be the happiest person in the world. Whatever you do, find happiness and passion in that and love that job. Love what you do. If you are feeding a bird, feed with love. If you are selling a spare parts, computer spare part, sell with devotion. Then you will be happy. Then you will be pride. You will have that self-respect. നിങ്ങൾക്കൊരു വലിയ അഭിമാനം തോന്നും, ഞാനൊരു വലിയ എംപ്ലോയി ആണ്, ഇതുപോലത്തെ എംപ്ലോയി ഈ ലോകത്ത് കിട്ടത്തില്ല എന്നുള്ളൊരു ഇത് വരും. As an employee, ഇപ്പം സന്തോഷ് സാറായാലും ഷാൻ സാറായാലും ഞാനായാലും, വി വെയർ എംപ്ലോയീസ്. ഈ ലെവലിൽ എത്താൻ കാരണം അന്നത്തെ ഡെഡിക്കേഷനാണ്. നമുക്ക് പറയാൻ പറ്റില്ല നാളെ നിങ്ങൾ എന്താവുന്നു. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നമ്മൾ ഉഴപ്പി കഴിഞ്ഞാൽ ഒരിടത്തും എത്തത്തില്ല, അത് ഞാൻ ഉറപ്പ് തരാം. So anyway, I used to tell my employees and my colleagues, even my kids and my wife,
8 hours anyway you have to be in office, correct? Then only you will get the salary. Then work sincerely, na? Where you want to cheat there? I used to tell I tell my kids, anyway you have to go to school. Then you study, na? Better. You are wasting time. You have to go to school. You have to go for work. Then work. Don't be politics. Don't waste your time. Educate yourself. Educate your colleagues. Be the best example among your colleagues. Then Shansar will tell, that is the best appreciation any employee can get. Some of your manager is telling, look at him and learn. That is the best appreciation you can get. So then you have passion. Then goal. E passion, e happiness in goal setting. So suppose one guy from Kerala is looking for a job in in UAE or anywhere in the world. He got 2-3 visions. One, sister's marriage, making a house, or something like that. That's why we are here, correct? So that is our goal. For that, what should we do? We have to make money. To make money, we have to work sincerely. We have to get promotions, everything. So end of the day, whatever goal, you want to buy a car, anything, you need money. For money, you have to work hard. Then I attended another session yesterday in Sharjah. It is our magician, Muthugad, Govinath Muthugad. He's taking care of kids who are not mentally stable, autism affected kids from our Kasargod, that endosulfan affected kids. He's telling they did 4,100 magic show. They didn't do any mistake in those magic shows. What is the reason? They concentrate on the job on hand. They are not brilliant. They have their own problem with their intellect, but they didn't do any mistake. But we, with 100% knowledge and intellect and everything, every day we make mistake. What is telling? Concentration. You concentrate on what you do. But life is simple. എന്താ ആഗ്രഹം അതിനെക്കുറിച്ച് ആലോചിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോയി കിടന്നാൽ നിങ്ങൾക്ക് 2 മിനിറ്റ് ഉറക്കം വരും. പക്ഷെ ആ ദിവസം ഒരു കള്ളത്തരം ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂറായാലും ഉറക്കം വരത്തില്ല. കറക്റ്റ് അല്ലേ? അപ്പൊ ഇതൊക്കെ വച്ചിട്ട് വേണം ഗോൾ സെറ്റിംഗ്. ഗോൾ സെറ്റിംഗിന്റെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ, ഐ എം എ പേഴ്സൺ സെറ്റ് ഗോൾ ഓഫ് ലേറ്റ്. ഏർലിയർ 1 വർഷത്തെ ഗോൾ സെറ്റ് ചെയ്യുള്ളായിരുന്നു നമ്മൾ, budgeting for next year 2022. So if a 5 year, I am working on next 5 years. അതായത് 10 year goal setting ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു goal setting നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, suppose you have to go to office at 8 o'clock, automatically you will get up at 6 o'clock. If you don't have a goal, നിങ്ങൾ 6 മണിക്ക് എണീക്കത്തില്ല, 7 മണിക്ക് എണീക്കത്തില്ല, 7:45 ഷാൻ സാബ് സാറിനെ വിളിച്ച് പറയും, ഒരു കള്ളം പറയും, എനിക്ക് സുഖമില്ല സാറേ വരണില്ല എന്ന് വെച്ചാൽ ഇഷ്ടമില്ല, ഒരു താല്പര്യമില്ല, ഒന്നിനും താല്പര്യമില്ല അവർക്ക്, ജീവിതത്തിന് തന്നെ താല്പര്യമില്ലാത്ത അവസ്ഥ. പക്ഷെ the moment you set goal, I want to work, I want to sell these many computers, I want to get incentives, I want to grow, next year I want to get this kind of increment, then only I can achieve my dream house or dream car, whatever it is. എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു ഗോൾ സെറ്റിംഗ് വേണം. ഐ എം ടോക്കിംഗ് അബൌട്ട് സെയിൽസ് ആയാലും ശരി, ഓഫീസ് ബോയ് ആയാലും ശരി, എല്ലാവർക്കും ഞാൻ ഈ ജോലി ഇതിനെക്കാട്ടിയും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനൊരു പുഷ് വേണ്ട. ഇപ്പൊ ഷാൻ സാർ നിങ്ങളെ പുഷ് ചെയ്യുമ്പോ, ദ മൊമെന്റ് ഹി ഈസ് പുഷിങ് യു, യു ആർ അൺഹാപ്പി. കറക്റ്റ് ആണോ? ആരും, അച്ഛനായാലും ഭാര്യ ആയാലും നമ്മളെ പുഷ് ചെയ്താൽ നമ്മൾ അൺഹാപ്പി, അപ്പൊ അടി തുടങ്ങും അല്ലെ? ബട്ട് ഇഫ് യു പുഷ് യുവർ സെൽഫ്, you will do it happily. ആരുമില്ല, നമ്മളെ inner feeling is pushing me, do it, then we will do happily. അപ്പൊ we know when we are working with a manager, we know what is his expectation. If he is expecting 5 times of your salary as your target, you do 10 times, then you will be the blue-eyed boy of that organization. അല്ലെ? നിങ്ങളായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ താരം.
മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി, കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ രജനീകാന്ത്. സോ always develop your target. നമ്മളെ മധു സാറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. മധു സാർ ഈസ് സോ ഡെഡിക്കേറ്റഡ്. വെൻ യു അറ്റൻഡ് ഹിസ് മീറ്റിംഗ്, 1-2 യൂട്യൂബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യു ഷുഡ് വാച്ച് ഹിസ് യൂട്യൂബ്. എനർജിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ ഈ എനർജി നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു? ഹൗ യു ഗെറ്റ് ദീസ് കൈൻഡ് ഓഫ് എനർജി? പുള്ളി പറയണ, സുധീർ സാർ, നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപയാണ് ഫീസ് തരണമെങ്കിൽ ഐ want to give you 2 lakhs റിട്ടേൺ. എനിക്ക് 10,000 രൂപയാണ് ശമ്പളം, 20,000 രൂപയുടെ റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഓണറാ ഹാപ്പി ആവാത്തത്? അല്ലേ ഷാൻ സാറേ? എല്ലാ ഓണറും ഹാപ്പി ആവും. അപ്പൊ നിങ്ങള് തന്നെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാം. ആരും നിങ്ങൾ എങ്ങനെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ലോകത്ത് ഏറ്റവും, ഞാനൊക്കെ എന്റെ സെയിൽസ് പേഴ്സണെ പറയണതും എന്നെ മോട്ടിവേറ്റ് ചെയ്യണം, ഈ ലോകത്ത് ഏറ്റവും വലിയ സെയിൽസ് പേഴ്സൺ ആരാണ്? ദുബായിലെയോ ഇന്ത്യയിലെയോ ഒന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്, ഈ ലോകത്തെ ഏറ്റവും വലിയ സെയിൽസ് പേഴ്സൺ ആരാണ്? അവനെ പോലെ എനിക്ക് എങ്ങനെ ആവാം? അവനെ പോലെ എനിക്ക് എങ്ങനെ ഡ്രസ് ചെയ്യാം? അവനെ പോലെ എങ്ങനെ നടക്കാം? അവൻ ഓടിക്കുന്ന കാറിൽ എങ്ങനെ എനിക്ക് യാത്ര ചെയ്യാം? എവറിത്തിങ്, whatever we think, I connect. Last word is be best in the world. Whatever you do, be best in the world. Even we cannot be the best in the world overnight, but the journey itself, if you are trying to be the best in the world, that journey itself will be very, very happy journey, because we are not fighting with a guy on my next shop. I am fighting with Microsoft owner or Microsoft guy who is selling highest product in the world. അപ്പൊ പിന്നെ ഈ കോമ്പറ്റീഷനിൽ നമുക്ക് ഒന്നുമല്ല, നമ്മൾ അവരെയൊക്കെ വിത്തിൻ നോ ടൈം ഓവർത്രോ ചെയ്യും. അവർ കമ്പാരിസൺ ഈസ് വിത്ത് സംബഡി എൽസ്. ഇതുപോലെ തന്നെ ആയിരിക്കണം വീട്ടിലും. ഐ എം എ ഹസ്ബൻഡ്, ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ് ഹസ്ബൻഡ്. ഐ എം എൻ വൈഫ്, ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ് വൈഫ് ഇൻ ദ വേൾഡ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, സുധീറെ സുഖമാണോ എന്ന് ചോദിച്ചാൽ, അടിപൊളി, ഐ ആം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്, ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇങ്ങനത്തെ കുറെ തോട്ട് പ്രോസസ്സുമായിട്ട് പോയി കഴിഞ്ഞാൽ, ദിസ് പ്ലേസ്, ഈ ധനാത് ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനി വിൽ ഗ്രോ ബിഗ്. ഇപ്പൊ ഷാൻ സാറ് വളരുമ്പോ ഷാൻ സാറ് മാത്രം വളരില്ല, നിങ്ങളും വളരും. പക്ഷെ ഷാൻ സാറ് വളർന്നില്ലെങ്കിൽ നിങ്ങളും വളരില്ല. അപ്പൊ ഈ ഷാൻ സാർ എന്നുള്ള ഒറ്റ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി കുറെ ഐഡിയാസ് ഉണ്ട്, ബുദ്ധിയുണ്ട്, അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആരാ? നിങ്ങളെ വേണം. അപ്പൊ നിങ്ങൾ ബ്രില്യന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ദിസ് കമ്പനി വിൽ ഗ്രോ. ഈ കമ്പനി വളർന്നാൽ അതിന്റെ ബെനിഫിറ്റ് ആർക്കാ? ഇപ്പോൾ ഉള്ള കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെ ആദ്യം കൂടെ വന്ന ആൾക്കാർക്ക്, ഇനി കുറെ നാട്ടുകാർക്ക് ജോലി കൊടുക്കാനുണ്ട്. നമ്മുടെ നാട്ടിലെ ഇന്ത്യ, എസ്പെഷ്യലി ഈവൻ നൈജീരിയ ഇസ് ലൈക്ക് ദാറ്റ്. 40% ഓഫ് ദ പീപ്പിൾ ആർ അണ്ടർ പോവർട്ടി ലൈൻ. വി ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓൾസോ. എനിക്ക് ഒരു സ്ഥിര വരുമാനം ഉണ്ടാവുമ്പോൾ എന്റെ അടുത്ത ഡ്യൂട്ടി എന്താ? എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യണ 10 പേർക്ക് ജോലി മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മരിക്കുന്നത് വരെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി തീരുന്നില്ല. നമ്മളൊരു വേൾഡിൽ ജീവിക്കുകയാണ്, അവിടെ സ്ട്രഗിളാണ് കൂടുതൽ, അല്ലാത്തത് കുറവാണ്. സ്ട്രഗിൾ ചെയ്യാത്ത ആൾക്കാർ കുറവാണ്. വി ഓൺലി ലുക്ക് അപ്പ്, വി നെവർ ലുക്ക് ഡൗൺ. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ തുണിയില്ലാത്തവര്, പാർപ്പിടമില്ലാത്തവര്, there is no house, there is no cloth, there is no food. Those categories more than those rich people. But unfortunately, we will look at the better rich people, and we want to be like that. So, ഇതിനൊക്കെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സൂപ്പർ ഗോൾ സെറ്റിംഗ് വേണം. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയാം. ഇന്ന് വരെ നിങ്ങൾ ചെയ്തതെല്ലാം മറക്കാം. വി കനോട്ട് ചേഞ്ച് യെസ്റ്റർഡേസ്, കറക്റ്റ്? മാറ്റാൻ പറ്റില്ല. പക്ഷെ ഇന്ന് തൊട്ട്, ഈ നിമിഷം തൊട്ട് നമുക്ക് മാറാം. അപ്പൊ നിങ്ങൾക്ക് ഗോൾ സെറ്റിംഗിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്ത് ഇത് വേണമെങ്കിലും എന്നെ വിളിക്കുക, ഷാൻ സാറിന്റെ നമ്പർ എടുക്കുക. ഐ ക്യാൻ സ്പെൻഡ് അവേഴ്സ് വിത്ത് യു. മൈ ഗോൾ ഈസ് ലൈക്ക് ദാറ്റ്. ഈ ലോകം മാറ്റി മറിക്കുക എന്നുള്ളതാണ് എന്റെ സ്വപ്നം. അപ്പൊ അതിനുവേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യാം. അപ്പൊ ഈ ഗോൾ സെറ്റിംഗ്, മിനിമം യു ഹാവ് ടു സെറ്റ് ദ ഗോൾ ഫോർ 5 years. 5 years means when you are working for a company may have 1 year goal, but you must have 5 year goal. Shan sir may say, I want to grow next year 25%. But the moment Shan sir is saying 25%, you should say 50%. I will try to achieve 50%. There is 2 things in that. When you achieve 50%, when you try to achieve 50%, this 25% will happen automatically. The moment you achieve 50%, you will be the best salesperson in Dhanat Group. Otherwise,
സന്തോഷ് സാറിന്റെ എന്ന് വെച്ചാല് 10 times ആണ്. സോ അത് ഇതാണ് ഞാനിപ്പോ സന്തോഷ് സാറിനെ പഠിക്കുന്നതാണ്. എന്ത് ടാർഗറ്റ് വെച്ചാലും സന്തോഷ് സാറിന്റെ ചെയ്തതിന്റെ ലെവലിൽ എത്താൻ പറ്റില്ല. പക്ഷെ ഞാൻ വെറുതെ ആലോചിച്ചു, വൺ ഓഫ് മൈ ഡിവിഷൻ till last month we did 5 times. പുള്ളിയുടെ 10 times ആണ്, we did 5 times at the time. അത് പുള്ളി തന്ന ടോപ്പ് പ്രോസസ് ആണ്. അതർവൈസ് മൈൻ ഈസ് ഓൺലി ഡബിൾ. അപ്പൊ ഇത് നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങളൊരു വേസ്റ്റ് എംപ്ലോയി ആയിരിക്കാം ഇന്നലെ വരെ, ബട്ട് ചേഞ്ച് ഫ്രം ടുഡേ. എന്ത് ഡൗട്ട് വേണമെങ്കിലും there are 2 ways. നമ്മള് when we are a normal employee we always think negative. എപ്പോഴും നെഗറ്റീവാണ്. മാനേജർ അടുത്ത് പോയാൽ തെറി വിളിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ മാനേജർ അടുത്ത് പോയാൽ പുള്ളി എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരുമെന്നോ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുമെന്നോ എന്തുകൊണ്ട് വിചാരിക്കുന്നില്ല? ദാറ്റ് ഈസ് നെഗറ്റീവ് തിങ്ക്. ദി ഹ്യൂമൻ മൈൻഡ് തിങ്സ് നെഗറ്റീവ് ഫസ്റ്റ്, ദെൻ ഗോസ് ടു പോസിറ്റീവ്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തും, ഞാൻ എൻ്റെ ഒരു സ്റ്റാഫ് എന്നെ വിളിച്ചിട്ട് രാവിലെ പറയാണ് ലീവാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തോട്ട് പ്രോസസ് ഈസ് അവൻ കള്ളം പറയണം എന്നുള്ളതാണ്. കറക്റ്റ് അല്ലേ? എന്തുകൊണ്ട് അവന് ഭയങ്കര പനി ആയതുകൊണ്ടാണ് ലീവ് എടുത്ത് നമ്മൾ എന്താ ചിന്തിക്കാൻ? ഈ സീരിയസ്ലി ഇൽ, ദാറ്റ്സ് വൈ ഹീസ് ടേക്കിംഗ് ലീവ് എന്ന് ചിന്തിക്കാത്ത എന്താ? ലേറ്റ് ആയി വരുന്ന ആൾക്കാരെ വഴക്ക് പറയുക, ഓഫീസിൽ ഷൂ പോളിഷ് ചെയ്തില്ലെങ്കിൽ ഞാൻ അവനെ തെറി വിളിക്കും. സോക്സും പാന്റും കളർ സെയിം അല്ലെങ്കിൽ ഞാൻ അവനെ വഴക്ക് പറയും. ബിക്കോസ് സെയിൽസ് പേഴ്സൺ ഷുഡ് ഡ്രസ് വെൽ, അല്ലെങ്കിൽ ഒരു സുഖമില്ല. അങ്ങനെ. പക്ഷെ കൊറോണ ചേഞ്ച്ഡ് അവർ തോട്ട് പ്രോസസ്. ഓഫീസിൽ വന്നില്ലെങ്കിൽ ബിസിനസ് ചെയ്യാന്ന് പഠിച്ചു, വീട്ടിൽ ഇരുന്ന് മുണ്ടുടുത്തിട്ടും ബിസിനസ് ചെയ്യാന്ന് പഠിച്ചു. എവിടെ ഇരുന്നാലും ബട്ട് എൻഡ് ഓഫ് ദി ഡേ യു ഹാവ് ടു ഡു ദ ബിസിനസ് ആൻഡ് ബിസിനസ് ഡെവലപ്ഡ്. വി ഡിഡ്ന്റ് ലൂസ് ബിസിനസ്. സോ വി ചേഞ്ച്ഡ് എ ലോട്ട് ആൻഡ് വി അലൗഡ് എംപ്ലോയീസ് ടു വർക്ക് ഫ്രം ഹോം. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ദേ ഹാവ് ടു മീറ്റ് ദാറ്റ് റിക്വയർമെന്റ്, അല്ലെങ്കിൽ ബിസിനസ് താഴോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇന്ന് തൊട്ട് നെഗറ്റീവ് തിങ്കിങ് മാറ്റിയിട്ട്, ഇപ്പൊ ഷാൻ സാർ നിങ്ങളെ വിളിക്കുമ്പോൾ എന്തോ ഒരു നല്ല കാര്യം പറയാനാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അബ്ദുൽ കലാമിന്റെ മെസ്സേജ് ഒക്കെ ആയിട്ട് അറിയാം പുള്ളി പോസിറ്റീവ് തിങ്കിങ്. ഐ ആം ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഇന്ന് എന്റെ ദിവസം നന്നായിരിക്കും. ഐ ആം ഗോയിങ് ടു ഡു വണ്ടേഴ്സ് ടുഡേ. ഈ തോട്ട് പ്രോസസ്സുമായിട്ട് എണീറ്റ് പോയി കഴിഞ്ഞാൽ വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ദാറ്റ് ഡേ വിൽ ബി പോസിറ്റീവ്. ബട്ട് ദ മൊമെന്റ് യു തിങ്ക് നെഗറ്റീവ്, all those things will be negative in that particular day. നമ്മൾ സെയിൽസിന് പോകുമ്പോഴും ആസ് എ സെയിൽസ് എക്സിക്യൂട്ടീവ്, ബിഫോർ എൻറ്ററിങ് എ കസ്റ്റമേഴ്സ് ഓഫീസ് we think we will not get business. We all did this mistake in our career, but we are not thinking I am going to get the best deal from this customer. Today onwards, think like that. Positive thinking. Anything and everything, positive thinking. You are waiting for a bus in a bus stop, seeing a Ferrari. You wanted to have that Ferrari. Think, I am going to get a Ferrari one day. What is wrong in that? Thinking in 5 paisa കാശിന്റെ ചെലവില്ല അല്ലേ? ചിന്തിക്കാൻ ചെലവില്ല, അല്ലെ ഡ്രീം ചെയ്യാൻ ചെലവില്ല. Let us think, I want a Ferrari. ഒരു ദിവസം 10 പ്രാവശ്യം പറയും, I want a house like this. I want a car like this. I want a girl like this. I want a husband like this. കല്യാണം കഴിച്ചവർ ചിന്തിക്കണ്ട, കല്യാണം കഴിക്കാത്തവർ ചിന്തിച്ചത് ഇതൊക്കെ. So everything is positive. Then you will give that kind of energy to your colleagues and employee and friends. They love to be with you. എന്നിട്ട് ഇന്ന് പോയിട്ട് 5 days you go, sir, സുധീർ സാർ പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ ഷാൻ സാർ പറഞ്ഞ മാതിരി, സന്തോഷ് സാർ പറഞ്ഞ മാതിരി, ലെറ്റ് us have 5-year plan. 5-year plan എന്ന് വെച്ചാല് എന്റെ കമ്പനിയിലൊക്കെ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാല് ഡ്രീം പ്ലാൻ ഉണ്ട്, ആക്ച്വൽ പ്ലാൻ ഉണ്ട്. ആക്ച്വൽ പ്ലാൻ ഈസ് മാനേജ്മെന്റ്, 39% growth or 50% growth, we will make actual plan. Dream plan is we want to be the best one. Personally, professionally, professionally you want to be the best one by 2025. Best salesperson in computer industry or retail industry. Adini njan endakku cheyyanam. What you have to do? You have to find out who is the best. We have to work backward. Best ennu vechale avan chilappo 100,000 dirhams in the business, അല്ലെങ്കിൽ 1 million dirhams in the business ഒരു മാസം ചെയ്യുന്ന സെയിൽസ് പീപ്പിൾ ഉണ്ടാവും. എനിക്കറിയില്ല, കമ്പ്യൂട്ടർ ഇൻഡസ്ട്രി ഷിപ്പിംഗിലൊക്കെ ഉണ്ട്. അപ്പൊ അവരെ പോലെ ആവാൻ ഞാൻ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് യുവർ പ്രൊഫഷണൽ ലൈഫ്. അതിന് ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ദാറ്റ് ഹാസ് ടു ബി ഡിവൈഡഡ് ഇയർലി. 2025 ഇയർലി ആക്കണം. 2021 ഗോയിങ് ടു എൻഡ്. 2022 എത്ര ചെയ്യണമെന്ന് നോക്കണം. 23, 24. Then we have to divide that into monthly target or goal. That monthly goal has to be divided to daily goal. Then that has to be divided to hourly goal.
എങ്കിലും ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഈസിയാണ്, പറയുന്നത് പോലെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. യു വിൽ വാക്ക് ത്രൂ ദ ഗോൾ. ഇതൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ യു വിൽ ബി എനർജി ബോക്സ്. നിങ്ങൾ പോകേണ്ടതെല്ലാം ആൾക്കാർ ഇങ്ങനെ നോക്കും, ഇതാരുടെ രാജാവ് വന്നതെന്ന് ചോദിക്കും. അങ്ങനത്തെ ഒരു ഫീൽ കിട്ടും. ദ മൊമെന്റ് യു എൻ്റർ ദ ഓഫീസ്, energy level of that office will change, because you are a performer, you are an achiever, goal oriented person. Same way personal goals ഉണ്ട്. നമ്മൾ ഈ കിടന്ന് മരിക്കുന്നതെല്ലാം പേഴ്സണൽ അച്ചീവിന് വേണ്ടിയിട്ടാണ്. So through your professional goals you can achieve your personal goals. അതായത് നിങ്ങളെ കരിയറിലുള്ള ഗോൾ വെച്ചിട്ട് നിങ്ങളെ പേഴ്സണൽ ഗോൾസ് അച്ചീവ്. അതായത് നിങ്ങൾ സപ്പോസ് യു വാണ്ട് ടു ബിൽഡ് എ ഹൗസ് within the next 2 years, adin itra cash varum. If you are a performer in this company, you will get good increment, good incentives. That incentive can be used to achieve your personal goals. Car medikkan adinokke njan ende office il parayana oru karyam undu. Every company got incentive system. appo njan ende sales staff inde eduthu parayana oru karyam, you should live with your incentives. The entire salary should go as saving. ഇതാണ് ഞാൻ എൻ്റെ പിള്ളേർക്ക് പറഞ്ഞത്. അപ്പൊ ഇൻസെന്റീവ് എങ്ങനെ 1 month സാലറി ഇൻസെന്റീവ് ആയിട്ട് കിട്ടണമെങ്കിൽ അവൻ 15 times 10 times ഓഫ് ഹിസ് സാലറി ഷുഡ് ബി ഇൻകം. ഒരു എംപ്ലോയറും അല്ലെങ്കിൽ ഒരു ഓണറും വെറുതെ കാശ് കൊടുക്കത്തില്ലല്ലോ. ഹി ഷുഡ് ബ്രിങ് ഇൻ ലോട്ട് ഓഫ് ബിസിനസ്, ദെൻ ഹി വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോ ഒരു ഗോള് ത്രൂ യുവർ പ്രൊഫഷണൽ ഗോൾസ് ഓർ this thing you have to achieve your personal goals. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ വളരെ ഹാപ്പി ആവും. നിങ്ങൾ ചിന്തിക്കുകയാണ് ഞാൻ നാളെ 100,000 dirhamsന്റെ ബിസിനസ് ചെയ്യുമെന്ന്. just think that I am going to do 100,000 dirhams business next month. December I will achieve 100,000 or 200,000, one of the best. Then you check your mentality, you will be super happy. ആ thought process തന്നെ നിങ്ങൾ ഹാപ്പി ആക്കും. കറക്റ്റ് അല്ലേ? അപ്പോൾ എപ്പോഴും ഈ ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം. ഐ വോണ്ട് ടു ബൈ വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രസ്. ഫോർ ദാറ്റ് ഹൗ? ദെൻ ഇങ്ങനെ ചെറിയ ചെറിയ ഇതൊരു മണിക്കൂറിലും തീർന്ന കാര്യമല്ല, 30 minutes തീർന്ന കാര്യമല്ല. ഇറ്റ് കണ്ടിന്യൂസ്. ഈ ഗോൾ സെറ്റിംഗ് വച്ചു കഴിഞ്ഞാൽ ആൻഡ് എല്ലാത്തിലും ഗോൾ സെറ്റിംഗ് ആയിരിക്കണം. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, വൈഫ്, എല്ലാത്തിലും ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ബി അൺഹാപ്പി. ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ഉള്ള മനുഷ്യനായിട്ട് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock you will get up at 4:30. That dreams will drive you. You must have dreams, good dreams. That will drive your life and you will be the happiest person in the world. So be the best. Wish you all the best. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാം. ഇത് പറഞ്ഞാൽ തീരാത്തൊരു സബ്ജക്റ്റ് ആണ്. നമ്മൾ കറക്റ്റ് അല്ലേ സന്തോഷ് സാറേ? സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എല്ലാ എംപ്ലോയീസിനെയും നിങ്ങളൊക്കെ വലുതായിട്ട് നമ്മളെ നാടും ലോകവും മാറ്റിമറിക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.